ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു സ്നാക്സ് ഐറ്റമായിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു ചിക്കൻ പക്കോടയാണ്. നമുക്ക് വൈകുന്നേരം ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. തയ്യാറാക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്യുക. ലോൾ എന്ന് പറയുന്ന ഓപ്ഷൻ കൂടെ സെലക്ട് ചെയ്ത് വെച്ചാൽ ഇനി ഇങ്ങോട്ടുള്ള ഓരോ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. നമുക്ക് ഈ ചിക്കൻ പക്കോട വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാവുന്ന ഒരു റെസിപ്പിയാണ്. നമുക്ക് ഈ ചിക്കൻ പക്കോടയുടെ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നും അതിൻ്റെ ഇൻഗ്രീഡിയൻസും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നോക്കുക. ഞാനിവിടെ കുറച്ച് ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. വളരെ കനം കുറച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പും മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല ചേർത്ത് കൊടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു സവാള കനം കുറച്ച് അരിഞ്ഞതും അതുപോലെ തന്നെ കുറച്ച് ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ഒക്കെ വളരെ കനം കുറഞ്ഞ് നല്ല ചെറുതാക്കി അരിഞ്ഞിട്ട് അതോടെ ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു ചെറിയ പൊട്ടാറ്റോ അത് നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു എഗ്ഗാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിനുശേഷം കുറച്ച് കടലമാവും കൂടെ ചേർത്ത്, ഉപ്പ് നമ്മൾ നോക്കണം. നമ്മൾ കടലമാവും ഒക്കെ ചേർക്കുമ്പോൾ അതിനാവശ്യത്തിനുണ്ടോ നോക്കിയിട്ട് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ എന്നിട്ട് ഇത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമ്മൾ വൈകുന്നേരത്തെ സ്നാക്സാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നമ്മളൊരു ഉച്ചയുടെ സമയത്ത് തന്നെ ഒരു 2 മണിക്കൂർ മുമ്പൊക്കെ ആയിട്ട് തന്നെ നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല സ്മൂത്തായിട്ടുള്ള ഒരു ചിക്കൻ പക്കോട നമുക്ക് കിട്ടും കേട്ടോ. പെട്ടെന്ന് തന്നെ അപ്പോഴൊക്കെ ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതിനെക്കാട്ടിലും കുറച്ചും കൂടി എല്ലാത്തിലും യോജിച്ച് നല്ലൊരു സ്മൂത്തായിട്ട് നമുക്കിത് കിട്ടും. നമ്മളെല്ലാം നല്ലപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു ചീനച്ചട്ടി ഞാൻ വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്ത് അത് ചൂടായി വരുന്ന സമയത്ത് നമ്മളിത് ഓരോന്നായിട്ട് ചെറിയ ചെറിയ ബോളാക്കിയിട്ട് ഇട്ട് കൊടുക്കാം. എണ്ണ നല്ലപോലെ ചൂടായതിന് ശേഷം നമ്മൾ ഇതിട്ട് കൊടുത്തിട്ട് നമ്മൾ സിമ്മിൽ വെക്കണം. ഒരു മീഡിയം ടു സിമ്മിൻ്റെ അകത്ത് ഫ്ലെയിം വെച്ചിട്ട് വേണം നമ്മളിത് ചെയ്യാൻ. കാരണം പുറകുവശം വേഗത്തിൽ തന്നെ ഇത് നമുക്ക് കരിഞ്ഞു പോകും. ചിക്കനും മറ്റുള്ളതും വേവിക്കാൻ കുറച്ച് സമയം വേണ്ടതുകൊണ്ട് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നമ്മളിത് മാക്സിമം ചെയ്തെടുക്കുക കേട്ടോ. ഇപ്പോൾ നമ്മുടെ ചിക്കൻ പക്കോട ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇനി ഇങ്ങനെ ബാക്കിയുള്ളതും ഓരോരോ ബോളായിട്ട് നമുക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതെല്ലാം തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ ചിക്കൻ പക്കോട റെഡി ആയിട്ടുണ്ട്. ഞാനിതിൻ്റെ കൂടെ കുറച്ച് സോസും കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാവുന്ന ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ കമൻറ്റിലൂടെ അറിയിക്കുക. അതുപോലെ തന്നെ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വേഗം തന്നെ വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.